ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണത്തിന് മുന്നെടുത്ത ഫോട്ടോയാണേ. ഇത് മാത്രമല്ല, കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഒരു ജീവിതകഥ പോലെ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതെല്ലാം എൻ്റെ കല്യാണത്തിന് മുന്നെടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ടൈമിലുമുള്ള ഫോട്ടോസും പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് എനിക്ക് കുറച്ച് കഥകൾ, അതായത് ജീവിതകഥ പോലെ പറയാനുള്ളത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നെന്ന് പറയണത് തീരെ വണ്ണം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറുതായി വണ്ണം വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോർമലി എന്താ പറയുക, പ്രഗ്നൻ്റ് ആയതിന് ശേഷം നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും. പിന്നെ നമ്മുടെ ബോഡി എന്ന് പറയണത് ഇത് തുടങ്ങിയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഞാൻ വിശേഷമായി, ശരീരത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി, ബേബി വലുതായി തുടങ്ങി. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും പിന്നെ ഒരുപാട് ഹോർമോൺസിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന മാനസികാവസ്ഥ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. അപ്പോൾ പ്രഗ്നൻസി ടൈമിലായാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും നമ്മുടെ കൂട്ടുകാർക്കായാലും കാണുമ്പോൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റില്ല, ഉറക്കം കിട്ടില്ല, അങ്ങനെ ഒരുപാട്. എനിക്കിതിൽ പറയാനുള്ള ആകെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണത്, നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ റിലേറ്റീവ്സ് ആയാലും നമ്മളുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ നെയ്ബേഴ്സ് ആയാലും എല്ലാവരും, ഒരു സൊസൈറ്റിയിലെ എല്ലാ അമ്മമാരും ഇതുപോലെ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, അവരൊക്കെ ഈ സ്റ്റേജിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പം ചിലവർക്കെന്ന് പറയണത് ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണമൊന്നും ഉണ്ടാവില്ല, പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെയല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയണത്, ചിലപ്പോൾ വണ്ണം വയ്ക്കും, വണ്ണം വയ്ക്കാതിരിക്കും. ഞാൻ മെയിനായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ തീരെ വണ്ണമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നേക്ക് എൻ്റെ ശരീരം എന്ന് പറയുന്ന ഹോർമോൺ ചേഞ്ചായിട്ട് വണ്ണം വെച്ചിട്ട് ഞാൻ കുറയൂല എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ കുറയുമായിരുന്നു. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ചിലർ നമ്മളെ കാണുമ്പോൾ തന്നെ, അയ്യോ നീ ആകെ വണ്ണം വെച്ചല്ലോ, തടിച്ചു പോയി, അയ്യോ. അപ്പം ഞാൻ ഇത് പറയുന്നത് ഭൂരിഭാഗം ഒന്നുകിൽ അമ്മമാരായിരിക്കും, വല്യമ്മമാരായിരിക്കും. പുരുഷന്മാർ സത്യം പറഞ്ഞാൽ പറയൽ ഒന്നോ രണ്ടോ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കൂടുതലും അമ്മമാരല്ലെങ്കിൽ ചേച്ചിമാർ അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളും ആകാൻ പോകുന്നവരായിരിക്കാം, ആയവരായിരിക്കാം. നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊന്നും പറയരുത് എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, അവർ ആ സമയത്ത് ഓൾറെഡി മനസ്സിന് വിഷമം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി ചോദിച്ച് അവരെ ഒന്നുകൂടി വിഷമിപ്പിക്കരുത്. കാരണം ബേബീനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും ഉറക്കക്കുറവ്, ഇങ്ങനെയൊക്കെ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങളോട് എനിക്ക്, അമ്മമാരോടായാലും സമൂഹത്തിനോടായാലും എനിക്ക് പറയാനുള്ളത്, ഈ പ്രഗ്നൻസി ടൈമിലായാലും ആഫ്റ്റർ ഡെലിവറി ആയാലും നിങ്ങളവരെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യരുത്. അതായത് ബോഡി ഷെയ്മിങ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പിന്നേക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ചിലവർക്ക് കുറയാത്തതായിരിക്കാം, കുറയുന്നവരായിരിക്കാം, ചിലപ്പോൾ ഹോർമോണിൻ്റെ വ്യത്യാസം അങ്ങനെ തന്നെ നിൽക്കുമായിരിക്കാം. അപ്പോൾ എനിക്ക് മാറി, ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. വെറും മാർച്ച് 1 ഞാൻ തുടങ്ങിയിട്ട് പിറ്റത്തെ ഏപ്രിൽ 7 കറക്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എൻ്റെ സിസ്റ്ററിൻ്റെ ഒപ്പമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യമായിട്ട് വർക്കൗട്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഉണ്ടായ ആകെ 1 മാസവും 7 ദിവസവും കൊണ്ടുണ്ടായ ചേഞ്ചാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇത് വണ്ണം കുറയായില്ല. അപ്പോൾ നിങ്ങൾ ഇനി മേലാക്കം ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള സ്ത്രീകളോടും അതിന് ശേഷമുള്ള പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളോടും നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇത്രേ ഉള്ളൂ എൻ്റെ വണ്ണം. ഇതിപ്പോൾ ഈ അടുത്തൊരു
ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയേ ഉള്ളൂ, ഇത് കുറയും. ഇനി ഇത് സ്നേഹപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അത് നമ്മളെ ബോഡി ഷെയ്മിങ്, നമ്മളെ ഹേർട്ടാവണം. അപ്പം നിങ്ങൾ ദൈവം സഹായിച്ച് ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ അവസ്ഥ മനസ്സിലാക്കാണ്ട് പെരുമാറരുത്, സംസാരിക്കരുത്. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് തോന്നിയിട്ടുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.